ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 13-ാം സങ്കീർത്തനമാണ്. അതിവേദനയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതിവേദനകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവർ, ശത്രുവിൻ്റെ മത്സരത്തിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവർ പറയുന്ന ഒരു സങ്കീർത്തനം പോലെ തന്നെയാണ് നമുക്കിതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഈ ശത്രുതയൊക്കെയും കഷ്ടതയൊക്കെയും ദാവീദ് അനുഭവിച്ചുവെങ്കിലും എന്താണ് ഇതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞ് എന്ന് എൻ്റെ ശത്രു പറയരുതേ, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേന്ന്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ചില ശത്രുക്കളെ അനുവദിച്ചു, ചില വൈരികളെ അനുവദിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. അതായത് ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ച് പറയുന്ന ഒരു ഭാഗമാണത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അപ്പോൾ ആദ്യം തൻ്റെ കഷ്ടത്തിലിരിക്കുന്ന അവസ്ഥയെ ദൈവ മുൻപാകെ സമർപ്പിച്ചു. അത് ശത്രുവിൻ്റെ മേൽ ജയം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് പറയുന്നത് ഒരാശ്രയം, അതായത് പൂർണ്ണ ആശ്രയം കർത്താവിൻ്റെ കരുണയിലാണ് വയ്ക്കുന്നത്. കർത്താവിൻ്റെ കരുണയല്ലാതെ ഒന്നും നമുക്ക് ആശ്രയമായിട്ടില്ല എന്നുള്ളതാണ് ദാവീദ് പറയുന്നത്, തന്നോട് തന്നെ പറയുകയാണ്. എന്നിട്ട് പിന്നീട് അതിൻ്റെ അവസാനം എന്താണ് പറയുന്നത്? ദൈവം തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു, തൻ്റെ ശത്രുവിൻ്റെ മേൽ ജയം ലഭിച്ചു എന്നാണ് അതായത് പ്രാർത്ഥിച്ച കാര്യം ദൈവം കേട്ടു. അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുന്ന ഭാഗമാണിത്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അപ്പോൾ ആ നന്മ ലഭിച്ചു കഴിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. അതാണ് വിശ്വാസത്തോടു കൂടിയ ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും നാം ചിന്തിക്കണം, ദൈവം നമുക്ക് എല്ലാറ്റിൽ നിന്നും വിടുതൽ തരുന്ന ഒരു ദൈവമാണ്. കാരണം ഇതിനകത്ത് 34-ാം സങ്കീർത്തനം 19-ാം വാക്യം എന്താ പറയുന്നത്? നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അത് ഷുവറായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 40-ാം സങ്കീർത്തനം എന്താണ് പറയുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ചാഞ്ഞ് നിലവിളി കേട്ടു എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കായിട്ട് ചാഞ്ഞിറങ്ങി വരികയാണ്. അതായത് കരുണയാണ്, കർത്താവിൻ്റെ കരുണയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ ഏത് കുഴഞ്ഞ ചേറ്റിൽ നിന്നാണെങ്കിലും ദൈവം നമ്മളെ പിടിച്ചുയർത്തി നമ്മുടെ കാലുകളെ ഒരു പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ വായിൽ അവൻ പുതിയ ഒരു പാട്ട് തരികയാണ്. എന്താണ് പാട്ട്? യഹോവയെ ഞാൻ എന്നും ആശ്രയിക്കും, അവൻ എൻ്റെ എല്ലാമാകുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു എന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് നാം അവിടെ കാണുന്നത്. ഇനി പരീക്ഷണം വരുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷകൾ വരുമ്പോൾ നാം എങ്ങനെയായിരിക്കണം ധൈര്യപ്പെടേണ്ടതെന്ന് 1 കൊരിന്ത്യർ 10:13 പറയുന്നുണ്ട്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കാരണം ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. അപ്പോൾ എന്നാൽ എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ ആശ്വാസം, നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ
ദൈവമാണ് ചില കഷ്ടങ്ങളൊക്കെ അനുവദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, അത് ഒരേ വിധത്തിൽ ഒരു പ്രയാസവുമില്ലാത്ത ഒരു ജീവിതവുമില്ല. എന്നാൽ തൻ്റെ ഭക്തന്മാരെ അവൻ വിടുവിക്കുന്നു. യഹോവയ്ക്കായി കാത്തിരിക്കുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ വിടുവിക്കുമെന്നുള്ളത് നമുക്ക് ഗ്യാരൻറ്റീഡായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. കാരണം അനേക അനർത്ഥങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം ജയാളിയായ ഒരു ക്രിസ്തുവിനെയാണ് നാം പിന്തുടരുന്നത്. ആ ജയം ഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ. കാരണം ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ടെങ്കിൽ ദാവീദ് എന്താ പറയുന്നത്, നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ്. കാരണം നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി നമ്മളെ ശുഷ്കാന്തിയുള്ളവരാക്കി തീർക്കേണ്ടതിന് ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. അത് അവൻ അനുവദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മുടെ വളർച്ചയ്ക്കായിട്ടാണ്, നമ്മുടെ ഉന്നമനത്തിനായിട്ടാണ്, നമ്മുടെ ശ്രേഷ്ഠതയ്ക്കായിട്ടാണ് ദൈവം അത് നമുക്ക് തരുന്നതെന്നോർത്ത് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മെ ജയത്തിൽ നിന്നും ജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം. സ്തോത്രം.